ജനാധിപത്യ ചേരിക്ക് എന്നും അനുകൂലമാണ് ഉയർന്ന പോളിംഗ് ശതമാനം. ഒരു സംശയവും വേണ്ട. UDFന് മികച്ച വിജയമുണ്ടാകും. കോട്ടയത്ത് മാത്രമല്ല, കേരളം ഒട്ടുക്ക്, ഇന്ത്യ ഒട്ടുക്ക് വിജയമുണ്ടാകും എന്നുള്ളതാണ് പൂർണ്ണ വിശ്വാസം. ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം വീണ്ടും സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉന്നയിച്ചൊരു കാര്യമാണ്. പലയിടത്തും ഡിലേ അന്ന് കണ്ടു. ഇന്ന് എൻ്റെ അറിവിൽ 4 ബൂത്തിൽ വീണ്ടും ഡിലേ വന്നിരിക്കുകയാണ്. ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. ഓക്സിലറി ബൂത്തിന് വരെ ആവശ്യം കൊടുത്തിരുന്നു, പക്ഷേ അത് റിജക്റ്റായി. എനിക്ക് അഭ്യർത്ഥനയുള്ളത്, എത്രയും പെട്ടെന്ന് ആളുകളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്ന രീതിയിൽ പോളിംഗ് വേഗത്തിലാക്കണം എന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനിപ്പോൾ ആ കണിയാങ്കുന്ന് ബൂത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഞാനിത് വളരെ ശക്തമായി ഉന്നയിച്ചതാണ്. UDF സ്ഥാനാർത്ഥി ഉന്നയിച്ചതാണ്. ഒരു കാരണവശാലും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ പോകരുത്. പരമാവധി സ്പീഡിൽ പോളിംഗ് നടത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുത്. അവരുടെ വോട്ടിംഗ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അതായത് ക്യൂ നിന്ന് ആൾക്കാർ മടുത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, അത് ജനങ്ങളുടെ അവകാശം നഷ്ടപ്പെടുന്നതിന് തുല്യമായിരിക്കും. അതൊരിക്കലും നമ്മുടെ സിസ്റ്റത്തിന് യോജിച്ചതല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാനത് കണ്ടത് മനഃപൂർവ്വമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് വളരെ 33 ബൂത്തുകളിൽ എൻ്റെ അറിവിൽ സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി പേർക്ക് നഷ്ടപ്പെടുകയുണ്ടായി വോട്ടിംഗ് അവകാശം. ഞാനിന്ന് വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് എൻ്റെ മണ്ഡലം പ്രസിഡന്റുമാരോടും ഏജന്റുമാരോടും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പം പ്രശ്നമുള്ള എൻ്റെ അറിവിൽ വന്നിരിക്കുന്ന 73, 74, 88 ബൂത്തുകളിൽ എൻ്റെ അറിവിൽ പ്രശ്നം വന്നിരിക്കുന്നു എന്നറിഞ്ഞു. ഞാനത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധത്തിൽ, ഞാനിപ്പോൾ മനഃപൂർവ്വമാണോ ഞാൻ പറയില്ല, പക്ഷേ എത്രയും പെട്ടെന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധത്തിൽ, കാരണം എല്ലാവരും വോട്ട് ചെയ്യണം, ഒരാൾക്ക് പോലും വോട്ടവകാശം നഷ്ടപ്പെടരുത്. വീണ്ടും ഞാൻ ആഗ്രഹിക്കുകയാണ്, ഇത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അമ്മയെല്ലാം പറയുന്നുണ്ടോ? സംശയമുണ്ടോ ആരാത് ജയിക്കുന്നുണ്ട്? ഫ്രാൻസിസ് ജോർജ് ജയിക്കൂടെ? കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കും, സംശയമൊന്നുമില്ല എനിക്ക്. തീർച്ചയായിട്ടും. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞപ്പോഴേ, അതിനകത്ത് ഇവിടെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജാണ്. അതിനാർക്കും സംശയം വേണ്ട. ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ തങ്ങളുടെ മുന്നണിയെക്കുറിച്ച് ചിലർക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് ഇന്ന് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ജോർജ് ആണ്. കോട്ടയത്ത് ഓട്ടോറിക്ഷയാണ് ഇന്ത്യ മുന്നണിയുടെ ചിഹ്നം. അത് എന്ത് ചെയ്യാൻ പറ്റും? തോൽക്കുമെന്ന് പേടിയുള്ളത് അങ്ങനെ പലതും ചെയ്യും. ബോർഡ് പോലും എഴുതി. ഞാൻ ചോദിക്കട്ടെ, ചിഹ്നം കണ്ടിട്ടുണ്ടോ? ചിഹ്നം കണ്ടിട്ടുണ്ടോ? ചിഹ്നം മാത്രമാണ് വലുതാക്കി കാണിക്കുന്നത്. മുന്നണിയുടെ പേര് വളരെ ചെറുതും. അപ്പോൾ മുന്നണിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അവരെന്നെ സമ്മതിക്കല്ലേ? ഞാനിത് കൂടുതൽ പറയണോ? വയനാട്ടിൽ വന്നപ്പോൾ ഫ്ലാഗ് കണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കിവിടെ മുന്നണിയെ കാണാൻ പറ്റുന്നില്ല, മുന്നണിയുടെ നേതാവിനെ കാണാൻ പറ്റുന്നില്ല. അതെന്താ? അപ്പൊ ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ജനങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിക്കരുത്. അല്ല, ഇന്ത്യ മുന്നണി കേരളത്തിൽ നയിക്കുന്നത് UDF ആണ്. UDFന്റെ സ്ഥാനാർത്ഥിയാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. വേറൊരു സ്ഥാനാർത്ഥി ഇല്ല. പിന്നെ അവകാശവാദം ആർക്കും ഉന്നയിച്ചൂടെ? കാരണം വേറെ വഴിയൊന്നുമില്ല.